എനിക്ക് പെറ്റ്സിനെ വലിയ ഇഷ്ടമല്ല. അത് പട്ടിയായാലും പൂച്ചയായാലും. പട്ടി എനിക്ക് പേടിയാണ്. പക്ഷെ അതിന് കുറച്ച് മാറ്റം ഉണ്ടായത് കഴിഞ്ഞ പാരിഷിലിരിക്കുമ്പോഴാണ്. കോവിഡിൻ്റെ സെക്കൻഡ് വേവിൻ്റെ സമയത്താണ് ആ പാരിഷിൽ പോകുന്നത്. അപ്പം അധികം പേരൊന്നും അങ്ങനെ പള്ളിയിൽ വരാറില്ല ആ സമയത്ത്. പിന്നെ മേട ഒറ്റപ്പെട്ടിരിക്കുന്ന മേടയാണ്. രാത്രിയാകുമ്പോൾ തനിച്ചാണ്. അപ്പോൾ അവിടെ ഒരു സ്ട്രേ ഡോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പട്ടിയായിട്ട് കൂട്ടായി. ഞാനതിന് പേരിട്ടത് ബെഞ്ചി എന്നാണ്. ഒരു വർഷം ആ പാരിഷിലുണ്ടായുള്ളൂ. പക്ഷെ ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ നന്ദി പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ബെഞ്ചിക്ക് നന്ദി പറഞ്ഞു. അപ്പോൾ ഒരു ഇടവക്കാർ എനിക്ക് മെസ്സേജ് വിട്ടു, അച്ഛൻ പട്ടിക്ക് വരെ നന്ദി പറഞ്ഞു, പക്ഷേ എനിക്ക് നന്ദി പറഞ്ഞില്ല. ഞാൻ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ബെഞ്ചിയെ ശരിക്കും മിസ് ചെയ്തു. അപ്പോൾ ഇൻറ്റൻഷനിൽ ഞാൻ 2-3 തവണ ഈ പട്ടിയെ കാണാൻ വേണ്ടി മാത്രം പോയി. പിന്നെ ഒരു ലോങ് ബ്രേക്ക് വന്നു. പിന്നെ ഒരു ദിവസം അവിടെ ഒരു ആവശ്യത്തിന് പോയപ്പോഴേക്കും ഞാനൊരു ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. അവനെന്നെ കണ്ടത് ഒരുപാട് സന്തോഷിച്ച് തലകുത്തി മറിഞ്ഞ് ആഹ്ലാദമൊക്കെ പ്രകടിപ്പിച്ച്. അപ്പം ഞാൻ അവന് ബിരിയാണി കൊടുത്തു. അത് കിട്ടിയത് അവൻ ആ ബിരിയാണിയും കൊണ്ട് ഓടിക്കളഞ്ഞ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വാലാട്ടി തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ പലപ്പോഴും ബെഞ്ചിയെ പോലെയാണ്. വലിയ അനുഗ്രഹം കിട്ടുമ്പോൾ, നന്മ കിട്ടുമ്പോൾ നമുക്ക് ദൈവത്തോട് ഇഷ്ടമുണ്ട്. എങ്കിലും നമ്മൾ കുറച്ച് നേരത്തേക്ക് നമ്മൾ ദൈവത്തെ മറന്നു പോകണം. നമ്മൾ അനുഗ്രഹത്തിൻ്റെ പുറകെ പോകും, നന്മയുടെ പുറകെ പോകും. കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് വരും. ഇത് ഗോസ്പലിൽ പക്ഷെ അങ്ങനെയല്ല കാണുന്നത്. പത്രോസും കൂട്ടുകാർക്കും ഒരു മിറാക്കിളസ് ക്യാച്ച് കിട്ടുകയാണ്. ഇതുവരെ അവർ ഇത്രയും മീനെ പിടിച്ചിട്ടില്ല. 2 വഞ്ചി നിറയുവോളം മീൻ. ആ കര കാണാത്തത്ര വലിയ ചാകര. അവർ ഈ വഞ്ചി കരയ്ക്കടിപ്പിച്ചിട്ട് പിന്നീട് അത് ലേലം വിളിച്ച് വിൽക്കാനൊന്നുമല്ല അവർ പോയത്. അവർ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പുറകെ വരാണ്. കാരണം അവർക്ക് മീനല്ല വലുത്, മീൻ തന്നവനാണ് വലുത്. കടലിൻ്റെ ചാകരയല്ല, കർത്താവിൻ്റെ കരമാണ് വലുത്.